യഹ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സമൂസ ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സമൂസ ബോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇനി 2 മീഡിയം സൈസ് സവാള താണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില വേണം. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പൊട്ടറ്റോ പുഴുങ്ങി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ വീതം അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 250 ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 എണ്ണം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന നേരത്ത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ സവാളയും ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ഇവിടെ ഇതാണ്ട് ഈ ഒരു പരുവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ആ ക്യാരറ്റും കൂടെ ഇട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാണ്ട് ഇവിടെ ക്യാരറ്റും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് പൊട്ടറ്റോയാണ്, ഞാനൊന്ന് പുഴുങ്ങിയെടുത്തതാണ്. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനൊന്ന് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് മാത്രം വേവിച്ചെടുത്തതാണ്. അതിനുശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതാണ്, ഒരു 1/4 ടീസ്പൂൺ. അതേ അളവിൽ തന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെയ്യണ നേരത്തെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. നമ്മുടെ പൊട്ടറ്റോ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ കിട്ടണം. ആ രീതിയിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം എന്താണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്കിതുപോലെ ഓരോരോ ബോൾസായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയും ഒരു 1/2 കപ്പ് ഓട്സും എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിന് ഇതിനെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന നേരത്ത് ഒരുപാടായി പോകരുത്. അപ്പോൾ ഇവിടെ താണ്ട് ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വേണം. ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാണ്ട് വരും. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. കൈ വെച്ച് ചെയ്യരുത്, പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന നേരത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഒരു 4-5 എണ്ണയിട്ടും മാത്രം ഫ്രൈ ചെയ്തെടുക്കുക.
ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവൂ. അപ്പോൾ ഇവിടെ ഇതൊന്നും മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ബാക്കിയിരിക്കുന്നതെല്ലാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ്ട് ഇവിടെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട.